ഭൂട്ടാനിൽ നിന്നുള്ള അനധികൃത വാഹനക്കടത്തും മറ്റുള്ള കള്ളക്കടത്തുകളും തടയുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കസ്റ്റംസ് സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുമായി ഇന്ത്യ ഭൂട്ടാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം ഇന്നലെ മൂന്നാറിൽ തുടങ്ങിയിരുന്നു. 4 ദിവസം നീണ്ടുനിൽക്കുന്ന യോഗത്തിൽ ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. ഭൂട്ടാൻ കസ്റ്റംസ് കമ്മീഷണർ ഉൾപ്പെടുന്ന 10 അംഗ സംഘം കേരളത്തിലെത്തിയിട്ടുണ്ട്. മൂന്നാറിലെ റിസോർട്ടിൽ ഇവരുമായി ഇന്ത്യൻ കസ്റ്റംസ് സംഘം യോഗം ചേർന്നു. മലയാളികളടക്കം 15 ഉദ്യോഗസ്ഥരാണ് ഇന്ത്യൻ സംഘത്തിലുള്ളത്. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്ത് തടയാൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ കസ്റ്റംസ് നടത്തിയ ഓപ്പറേഷൻ നുംഖൂർ പരിശോധനയുടെ തുടർച്ചയായാണ് ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിലേക്ക് വന്നത്. കസ്റ്റംസ് മേഖലയിലെ സുപ്രധാന വിഷയങ്ങൾ ഈ യോഗത്തിൽ അവർ വിലയിരുത്തും. വാഹനക്കടത്ത് മാത്രമല്ല, കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ വേറെയും ഉണ്ടായി. വാഹനക്കടത്തിന് പുറമെ വ്യാപകമായ വ്യാജ സിഗരറ്റ് കള്ളക്കടത്ത് നടക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. സിഗരറ്റ് കടത്ത് തടയാൻ അതിർത്തികളിൽ സംയുക്ത പരിശോധന നടത്താനും കള്ളക്കടത്ത് സംഘങ്ങളിൽ ഹിറ്റ് ലിസ്റ്റിലുള്ളവരുടെ പട്ടിക പരസ്പരം കൈമാറാനും തീരുമാനമായിട്ടുണ്ട്. ഒരു വർഷം കടത്തുന്നത് 1000 കോടിയിലധികം രൂപയുടെ വ്യാജ സിഗരറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ കടകളിൽ നിന്നും വാങ്ങി വലിക്കുന്നതിന്റെ നല്ലൊരു പങ്കും ഈ വ്യാജൻ തന്നെയാണ്. കേരളത്തിൽ കിട്ടുന്ന യഥാർത്ഥ സിഗരറ്റ് ഒരെണ്ണം വിറ്റാൽ കച്ചവടക്കാരന് ലഭിക്കുന്നത് 1 രൂപയോ 1.5 രൂപയോ ആയിരിക്കും. എന്നാൽ ഈ വ്യാജ സിഗരറ്റ് വിറ്റാൽ 4 രൂപ മുതൽ 10 രൂപ വരെ ലാഭമുണ്ടാക്കാം. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിഞ്ഞു തന്നെയാണ് മിക്കവാറും ആളുകൾ സിഗരറ്റ് വലിക്കുന്നത്. പക്ഷേ ഇങ്ങനെ വലിക്കുന്നത് അതിലേറെ ഹാനികരമായ വ്യാജനാണെന്ന് പലരും തിരിച്ചറിയുന്നില്ല. സിഗരറ്റ് പാക്കറ്റിലെ അക്ഷരങ്ങൾ പ്രിന്റ് ചെയ്ത രീതിയിലെ വ്യത്യാസം സൂക്ഷ്മ പരിശോധനയിൽ തിരിച്ചറിയാം. എന്നാൽ ലൂസായി 1-2 സിഗരറ്റ് വാങ്ങുമ്പോൾ ആരും പാക്കറ്റ് എടുത്ത് അതൊന്നും നോക്കാറില്ല എന്നതാണ് സത്യം. സിഗരറ്റിന്റെ നിറത്തിലും കട്ടിയിലും വ്യത്യാസമുണ്ടെങ്കിലും പെട്ടെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. സിഗരറ്റിനുള്ളിൽ നിറയ്ക്കുന്നത് താഴ്ന്ന നിലവാരത്തിലുള്ള പുകയില ചണ്ടിയോ ആകും, അല്ലെങ്കിൽ കത്തിച്ചാൽ എരിഞ്ഞു നിൽക്കുന്ന എന്ത് സാധനവുമാകാം. സാധാരണ സിഗരറ്റിനേക്കാൾ വേഗത്തിൽ കത്തി തീരുമ്പോഴാണ് ചിലപ്പോൾ ചിലർക്ക് ഇതിൽ സംശയം തോന്നുന്നത്. ഫ്ലേവറുകൾ ചേർത്ത സിഗരറ്റാണ് മറ്റൊരു വില്ലൻ. മിന്റ് അല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെ ഒക്കെ മണം വരുന്ന വ്യാജ സിഗരറ്റുകളാണ് കേരളത്തിലെ വിപണികളിൽ പുതിയ ട്രെൻഡാകുന്നത്, പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ. വലിച്ചാൽ മറ്റു വസ്തുക്കളുടെ മണമായതിനാൽ ആരും തിരിച്ചറിയില്ല എന്നതാണ് ഇതിന്റെ ഉപയോഗം കുട്ടികളുടെ ഇടയിൽ വർദ്ധിക്കാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥരും പറയുന്നു. പുകയില ലഹരി വസ്തുക്കൾ വിപണിയിൽ എത്തിക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡവും നിബന്ധനകളും ഒന്നും ഇല്ലാതെ നിയമവിരുദ്ധമായ രീതികളിലൂടെയാണ് ഇത്തരം വ്യാജന്മാർ വിപണിയിലേക്ക് എത്തുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ലഹരി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും വിപണനത്തിനുമൊക്കെ കർശനമായ നിബന്ധനകൾ നമ്മുടെ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വ്യാജന്മാർ ഇതൊന്നും പാലിക്കുന്നില്ലെന്ന് മാത്രമല്ല, ആരോഗ്യത്തിന് ഹാനികരമായ പല വസ്തുക്കളും ഉപയോഗിക്കുകയും ആവശ്യക്കാരിലേക്ക് എത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വ്യാജ സിഗരറ്റിൽ കാഡ്മിയത്തിന്റെ അളവ് 5 ഇരട്ടിയും ലെഡിന്റെ അളവ് 6 ഇരട്ടിയും ടാറിന്റെ അളവ് 160%, കാർബൺ മോണോക്സൈഡിന്റെ അളവ് 133% കൂടുതലായിരിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. വ്യാജ സിഗരറ്റുകളുടെ ഉപയോഗത്തിൽ ലോകത്ത് തന്നെ 4ാം സ്ഥാനം നമ്മുടെ രാജ്യത്തിനാണ്. ഏതാണ്ട് 20,000 കോടി രൂപയുടെ നികുതി നഷ്ടമാണ് ഓരോ വർഷവും ഈ വ്യാജ സിഗരറ്റുകൾ ഉണ്ടാക്കുന്നത്. കേരളത്തിൽ പലപ്പോഴും വ്യാജ സിഗരറ്റ് പിടികൂടാറുണ്ട്. അതിൽ ITC കമ്പനിയുടെ പേരുള്ള വ്യാജ സിഗരറ്റുകളാണ് കൂടുതലും കാണപ്പെടുന്നത്. ഭൂട്ടാനിൽ മാത്രമല്ല, പല രാജ്യങ്ങളിൽ നിന്നും ഈ വ്യാജൻ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ കൊല്ലത്ത് പിടികൂടിയത് കംബോഡിയയിൽ നിർമ്മിച്ച് വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിച്ച വ്യാജ സിഗരറ്റുകളായിരുന്നു. നിയമപരമായി വിപണിയിൽ എത്തുന്ന സിഗരറ്റുകളെ അപേക്ഷിച്ച് ഭീകരമായ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇത്തരം വ്യാജ സിഗരറ്റുകൾക്ക് സാധിക്കും. പെട്ടെന്ന് ഈ വ്യാജനെ തിരിച്ചറിയാനും ബുദ്ധിമുട്ടാണ്.